ദേവദത്ത് ഷാജി ഡയറക്ട് ചെയ്തിട്ടുള്ള ധീരൻ ഈ ഒരു സിനിമയ്ക്കകത്ത് സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രം ഇടയ്ക്ക് വെച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുമ്പിൽ കാണുന്നു, അതായിരുന്നു ഡയലോഗ്. തൽക്കാലം ആ ഒരു ഡയലോഗ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പറയാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു എന്റർടൈൻമെന്റും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സിനിമയിൽ സിദ്ധാർത്ഥ ഭരതന്റെ കഥാപാത്രം പറഞ്ഞിട്ടുള്ള ആ ഒരു കൺമുമ്പിൽ കാണുന്ന എന്റർടൈൻമെന്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല, കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കണക്ഷൻ കിട്ടായ്മ അതിൽ മാത്രമല്ല, സിനിമയിൽ ഉടനീളം വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. സോ സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശയാണ് തന്നിട്ടുള്ളത്. ഈ സിനിമ കാണാൻ പോണതിന് തൊട്ട് മുൻപ് വരേക്കും എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റുകൾ വരെയല്ലേ, ജഗദീഷ് വരുന്നുണ്ട്, മനോജ് കെ ജെയിൻ വരുന്നുണ്ട്, അശോകൻ വരുന്നുണ്ട്, സുധീഷ് വരുന്നുണ്ട്, രാജേഷ് മാധവൻ തുടങ്ങിയിട്ട് ഇന്നത്തെ തലമുറയും പഴയ തലമുറയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്ന സിനിമയാണ്. അപ്പൊ അത്രയും ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഇതിനകത്ത് അവർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ റൈറ്ററും അതുപോലെ ഡയറക്ടർ ആയിട്ടുള്ള ഈ പറയുന്ന ദേവദത്ത് ഷാജിയിലേക്ക് വരികയാണെങ്കിൽ, ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമയാണിത്. ഭീഷ്മപർവം സിനിമയുടെ റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു ദേവദത്ത് ഷാജി. ആ ഒരു റൈറ്റർ അതിനുശേഷം പിന്നീട് ചെയ്യുന്ന മൂവി, റൈറ്റർ ആയിട്ടാണെങ്കിലും ഡയറക്ടർ ആയിട്ടാണെങ്കിലും പിന്നീട് ചെയ്യുന്ന മൂവിയാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, റൈറ്റർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയോ തരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ മൊത്തം തകിട്ടം മറഞ്ഞു പോയ അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. ഈ സിനിമയ്ക്കകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയാം. അപ്പം കഥയിലേക്ക് വരികയാണെങ്കിൽ, മലയാറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയാണിത്. അവിടുത്തെ ധീരൻ എന്ന് അറിയപ്പെടുന്ന രാജേഷ് മാധവൻ ചെയ്യുന്ന എൽദോസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രം. എൽദോസ് നാട്ടിലെ ധീരനാണ്. ധീരതയ്ക്കുള്ള അവാർഡൊക്കെ ചെറുപ്പത്തിൽ നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡലൊക്കെ മേടിച്ചിട്ടുണ്ട്. പുഴയിൽ വീണ ഒരു വ്യക്തിയെ സഹായിച്ചു, അങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ടാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അതേ ദിവസം ആ വ്യക്തിയെ സഹായിക്കുന്ന അതേ ദിവസം തന്നെ മറ്റൊരു ദുരന്തം കൂടി നടന്നിട്ടുണ്ട്. എൽദോസിന്റെ അച്ഛൻ പുഴയിൽ വീണ് മരിച്ചു. അവിടുന്ന് അങ്ങോട്ട് വളർന്നു വരുന്ന എൽദോസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം 30 വയസ്സിന് ശേഷം ആ കഥാപാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. ഉടനീളം അയാളുടെ ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ സിനിമ ഒരുപാട് ഉപകഥകൾ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പൊ ഒരു കഥ പറയുന്നു, ഒരു കഥ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ലൈഫ് കാണിച്ചിട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു ലൈഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഫ്ലോ ഫീൽ ചെയ്യണം, നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യരുത്. ഇത് അങ്ങനെയല്ല. ഇത് ഒരു കഥ കഴിഞ്ഞ് അടുത്ത കഥയിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് മൂവിക്ക് ആണെങ്കിൽ, ആ മൂവി കാണുന്ന സമയത്ത് ഒരേ സമയം 3 പേരുടെ കഥ പറയുന്നുണ്ട്. ആ 3 പേരുടെ കഥയും കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ നസ്രിയുടെ ഇങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ദുൽഖറിന്റെ കഥയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ടക്ക് എന്ന് പറഞ്ഞ് നിവിന്റെ കഥയിലേക്ക് പോകും. പക്ഷെ ആ പോകുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടില്ല. ഏത് കഥയായാലും അവർ ഓക്കെയാണ്, അവരത് എൻജോയ് ചെയ്യും. ഇതിനകത്ത് അങ്ങനെയല്ല. രാജേഷ് മാധവന്റെ കഥാപാത്രത്തിന്റെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പെട്ടെന്ന് ജഗദീഷിന്റെ അവരുടെയൊക്കെ ലൈഫിലേക്ക് പോകുന്നത്. ആ മാറി മാറി കാണിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. ഒരു ഫ്ലോ കിട്ടാത്ത പോലെ. നമ്മൾ പലപ്പോഴും ജഗദീഷിന്റെ ആ ടീമിന്റെ ആ സംഭവം തന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും രാജേഷിന്റെ കഥ കാണുന്ന സമയത്ത്. ടാക് എന്ന് പറഞ്ഞ ജഗദീഷിന്റെ കഥയൊക്കെ കാണുന്ന സമയത്ത് ഇത് എവിടുന്ന് വന്നു എന്നുള്ള ഒരു തോന്നലാണ് വരുന്നത്. അങ്ങനെ തോന്നിയെങ്കിൽ ആ തിരക്കഥയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്, എഡിറ്റിംഗിന്റെ പ്രശ്നം തന്നെയാണ്, മേക്കിങ്ങിന്റെ പ്രശ്നമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം തോന്നുന്നു. അതിന്റെ കൂടെ തന്നെ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് സമയം ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. ഒരുപാട് പേരുടെ ലൈഫ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മനോജ് കെ ജിനെ കാണിക്കുന്നുണ്ട്, സുധീഷിനെ കാണിക്കുന്നുണ്ട്, അശോകനെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ കഥാപാത്രം എന്താണെന്നും അവരുടെ ലൈഫ് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട്. അതൊരു വലിയ ടൈമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാനത് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു സിനിമയ്ക്ക് ശേഷമായിരുന്നു ഞാൻ 3BHK എന്ന് പറയുന്ന തമിഴ് മൂവി കണ്ടത്. ഫസ്റ്റ് ഷോട്ട് ഒറ്റ ഫ്രെയിം കാണിക്കുകയാണ്, ഒരു ഫോട്ടോ ആണ് കാണിക്കുന്നത്. ആ ഒരു ഒറ്റ ഫസ്റ്റ് ഷോട്ട് നമ്മൾ കഥയിലേക്ക് പോയി വീണ് പോയി. പിന്നെ നമ്മൾ ആരും കഥയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നതും കഥയിലേക്ക് പോകാൻ പറ്റുന്നതും. പിന്നെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാല്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഇതൊരു ഫൺ മൂഡ് മൂവിയാണ്, കോമഡി എന്റർടൈൻമെന്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ചിരി വരണ്ടേ, ചിരിക്കണ്ടേ? ആകെ എണ്ണിപ്പെറുക്കി കുറച്ച് ആൾക്കാരെ തിയേറ്ററിലുള്ളൂ. ഈ ഉള്ള ആൾക്കാർക്ക് ചിരി വരുന്നില്ല. ഞാൻ വിചാരിച്ചു ആദ്യം എന്റെ കുഴപ്പമായിരിക്കും. എന്റെ കുഴപ്പമൊന്നല്ല, ആർക്കും ചിരി വരുന്നില്ല. എവിടെ ഒരിടത്തെങ്ങാണ്ട് ചിരിച്ചു എന്നല്ലാണ്ട് ഒരു സംഭവം വരുന്നില്ല. അതും പോട്ടെ എന്ന് വെക്കുമ്പോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട്
ഇപ്പം നമ്മുടെ മനോജ് കെ ജെന്റെ ലൈഫ് ആണെങ്കിലും, അല്ലെങ്കിൽ അശോകന്റെ ലൈഫ് ആണെങ്കിലും, അല്ലെങ്കിൽ രാജേഷ് മാധവന്റെ ലൈഫൊക്കെ ആയിട്ട് കുറെ പുരോഗമനങ്ങൾ കാണിക്കുന്നുണ്ട്, പുരോഗമന ആശയങ്ങൾ കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നായകനായിട്ടുള്ള എൽദോസിന്റെ ലൈഫിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ലസ്റ്റ് ആണ്, അവിടെ പ്രണയം കാര്യങ്ങളൊന്നുമില്ല, ഫിസിക്കൽ അട്രാക്ഷൻ ആണ് കാണിക്കുന്നത്. അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് കൊള്ളാം എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭീമന്റെ വഴിയിലായിരുന്നു മുൻപ് വിൻസി അലോഷ്യസിന്റെയും കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഈ സിനിമയിലും അതുപോലെ കാണുന്ന സമയത്ത് അത് രസമായിട്ടും തോന്നിയിട്ടുണ്ട്. അതും പ്രത്യേകമായിട്ട് അതിനകത്തൊരു സോങ് ഒക്കെ വെച്ചിട്ട് ആ സംഭവം കാണിക്കുന്നുണ്ട്, ഇവരുടെ റിലേഷനൊക്കെ ബിൽഡ് ചെയ്ത് വരുന്ന സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ജഗദീഷ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിനീതിന്റെ കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് വിനീത് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ആ ഒരു മേക്ക് ഓവർ സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ അഭിനയത്തിലേക്ക് വരുമ്പം എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ പോകുന്നു. പിന്നെ അങ്ങ് പോയിട്ട് ഈ എൽദോ എന്ന് പറയുന്ന നായക കഥാപാത്രത്തിന്റെ ലൈഫ് കാര്യങ്ങളൊക്കെ കാണിച്ച് അയാൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയൊക്കെ കാണിച്ച് ഇങ്ങനെ യാത്രയാണ് കാണിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കഥ ജഗദീഷിന്റെ അവരുടെ യാത്രകൾ മാത്രമായിട്ട് ആ രീതിയിൽ അങ്ങനെ കാണിച്ചു പോയിരുന്നെങ്കിൽ കുറെ കൂടി ഭംഗിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എൽദോയുടെ ലൈഫിലൂടെ മാത്രമായിട്ട് കാണിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഭംഗിയായിട്ട് പോകും. ഏതെങ്കിലും ഒന്നിലൂടെ പോയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. പക്ഷെ ഇത്രയും മിക്സപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മിക്സപ്പ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അത് വൃത്തിക്കും വെടുപ്പിനും ചെയ്യാന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനകത്ത് അതാണ് ഇല്ലാണ്ട് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് അശ്വതി മനോഹരൻ ചെയ്തിട്ടുള്ള നായിക കഥാപാത്രം. ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആ പാട്ടും സംഭവവും അവരുടെ ആ ഒരു ലസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു കക്ഷിയുണ്ട്, ശരവണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ശ്രീകൃഷ്ണ ദയാൽ. പുള്ളിയുടെ ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാം, അഭിനയം കൊണ്ട് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേ സമയം തന്നെ മനോജ് കെ ജിന്റെ ഒരു പുതിയൊരു ബന്ധവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഏച്ച് കെട്ടി ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിനകത്ത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും കൊണ്ടിട്ട് ഹീറോയിസം കൊടുക്കുന്ന സംഭവം, മനോജ് കെ ജി വന്നിട്ട് ഹീറോയിസം കാണിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഇത് ഹീറോയിസം ആണെന്നുള്ള ഫീൽ വരണ്ടേ. ഹീറോയിസം കാണിക്കാൻ വേണ്ടി കാണിക്കാൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഹീറോയിസം ആണെന്ന് തോന്നിയിട്ട് നമുക്ക് കൈയടിക്കാൻ തോന്നുന്നില്ല, അയ്യേ ഫീലാണ് വരുന്നത്. മനോജ് കെ ജിന്റെ മാത്രമല്ല, ജഗദീഷിന്റെ ഒക്കെ അടുത്ത് നോക്കിയിട്ട് രാജേഷ് മാധവന്റെ കഥാപാത്രം ഇതുപോലെ ഡയലോഗ് പറയുന്നുണ്ട്, പോയി അടിക്കാന്. ആ സമയത്ത് നമുക്കൊരു അയ്യേ ഫീലൊക്കെയാണ് വരുന്നത്. അങ്ങനെ കുറെ ക്രിഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിനിമ ഇങ്ങനെ പോവാണ്, പോയിട്ട് കുറെ ഉപകഥകൾ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാണ്ട് കാണിച്ച് ഫ്ലോ ഇല്ലാണ്ട് കാണിച്ച് ഇങ്ങനെ പോയിട്ട് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും സിനിമ എങ്ങനെയൊക്കെയോ അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ട് അതിനകത്ത് നടന്നിട്ടില്ല. പിന്നെ ലാലേട്ടൻ റെഫറൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതും ഈ പറയുന്ന പോലെ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള ഒരു സാധനം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ലോഹിതദാസിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ലോഹിതദാസിന്റെ മകനായിട്ടുള്ള ഹരികൃഷ്ണൻ ലോഹിതദാസ് ആണ് DOP ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ടുള്ള വർക്ക് എന്നൊന്നും പറയില്ല. ഈ മൂവി എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഒരു വർക്ക് എന്നേ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം ഒന്നും ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മുജിബ് മജീദാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. അതും ഈ പറയുന്ന പോലെ ഭയങ്കരമായ സംഭവം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ലസ്റ്റുമായി ബന്ധപ്പെട്ട് കൊടുത്ത സോങ് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ കൊള്ളാം, തരക്കേടില്ലാണ്ട് പുള്ളിക്കാരനെ ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അത് എന്തിനാന്ന് പോലും മനസ്സിലാവാത്ത ഒരു കഥാപാത്രമാണ്. പക്ഷെ ബാക്കിയൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അഭിനയം നന്നായിരുന്നു, അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ ജോലികൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കഥ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയി. തിരക്കഥ പരാജയപ്പെട്ടു, ഡയറക്ഷന്റെ ഭാഗത്തും പരാജയം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഡയറക്ഷന്റെ ഭാഗത്തും എഡിറ്റിംഗിന്റെ ഭാഗത്തും ഒക്കെ കൃത്യമായിട്ടുള്ള പ്രശ്നം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.